എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 29 നവംബർ വെള്ളിയാഴ്ചയാണ്. US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കൽ ഒരല്പം സ്ലോ ആയേക്കാം എന്ന ന്യൂസിനെ തുടർന്നുണ്ടായ US സെൽ ഓഫ് ആയേക്കാം നമ്മുടെ ഇവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിനും അതിനെ തുടർന്നുണ്ടായ വലിയ ഫോളിനും കാരണം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതേസമയം നമുക്കിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഒരു 50 to 60 പോയിൻറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്കിന്ന് മാർക്കറ്റിൽ രാവിലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആയതാണ് ഇത്ര വലിയ ഫോളിന് റീസൺ. അത് ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ സെൽ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ Nifty 50 360.75 പോയിൻറ്റ് ഡൗണായി 23,914 സെൻസെക്സ് 1,790 പോയിൻറ്റ് ഡൗണായി 79,043 ക്ലോസ് ചെയ്തത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 11,756.25 കോടിക്ക് സെൽ ചെയ്തപ്പോൾ DIAs 8,718 കോടിക്ക് ബൈ ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ റുപ്പി 4 പൈസ വീക്കായി 89.49 രൂപ പെർ ഡോളർ ആയിട്ടുണ്ട്. US മാർക്കറ്റുകൾ അവധിയിലാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കുമ്പോൾ ആദ്യമേ ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ് ബദ്ലാപൂർ പ്ലാന്റിൻ്റെ ഓപ്പറേഷൻസ് റിസ്യൂം ചെയ്യുകയാണ് നവംബർ 28 മുതൽ. മറ്റെല്ലാ പ്ലാന്റുകളും നോർമലിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഈ കമ്പനിയുടെ സബ്സിഡിയറി വേവ്ടെക് ഹീലിയം എന്ന കമ്പനി സ്റ്റോക്ക് പർച്ചേസ് എഗ്രിമെൻറ്റ് വഴി അക്വയർ ചെയ്യുന്നുണ്ട്. 21% സ്റ്റേക്കാണ് ഈ കമ്പനിയിൽ അക്വയർ ചെയ്യുന്നത്. 12 മില്യൻ്റെ ഒരു പ്ലാനാണിത്. അടുത്ത മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഒരു 7,300 കോടിയുടെ എമിഷൻ പെനാൽറ്റി ഫാക്ച്വലി ഇൻകറക്റ്റ് ആണെന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് SBI HDFC എന്നീ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളാണ്. SBI ലൈഫ്, HDFC ലൈഫ് ഇൻഷുറൻസ്. ഇവർ രണ്ടുപേർക്കെതിരെയുള്ള മീഡിയ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അതായത് ബാങ്ക് അഷുറൻസ് റെഗുലേഷൻസ് IRDAI പുനഃപരിശോധിക്കുമെന്നുള്ളത്. എന്നാൽ അതൊരു കോൺസുലേറ്റീവ് പ്രോസസ്സ് വഴി ഫീഡ്ബാക്ക് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് അവർ രണ്ടുപേരും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത അദാനി പവറാണ്. അദാനി പവർ കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി അസസ്മെൻറ്റിൽ 100-67 പോയിൻ്റാണ് ലഭിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഗ്ലോബലിൻ്റെ 2024 ഫിസിക്കൽ ഇയറിലേക്കുള്ള അസസ്മെൻറ്റിലാണ് ഇത്രയും സ്കോർ ലഭിച്ചത്. അടുത്തതായി ഇന്ന് ലിസ്റ്റിംഗ് ഡേ ആണ്. എൻവിറോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ഇന്നാണ് ഈ കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നത് 10 മണിയോടെ. 89.9 ടൈംസ് ഫൈനൽ ഡേയിൽ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം വീക്കായിരുന്നെങ്കിൽ പോലും അവസാനത്തോടുകൂടി വലിയ സബ്സ്ക്രിപ്ഷൻ വരികയും വലിയ ഗ്രെയിൻ മാർക്കറ്റ് പ്രീമിയം ഇതിനെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയിൽ നമുക്കിന്ന് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 30%, 25-30% വരെ, മാക്സിമം 40% വരെ ലിസ്റ്റിംഗ് ഗെയിൻ. നമുക്ക് 40 പ്രതീക്ഷിക്കേണ്ടതില്ല. 25-30% ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ആദ്യ ബിൽഡിംഗ് ദിവസത്തിൽ ലിസ്റ്റിംഗ് ഗെയിൻ വളരെ കുറവായിരുന്നു. 5-10% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും പോകെ മാർക്കറ്റും പോസിറ്റീവ് ആയതോടെ ലിസ്റ്റിംഗ് ഗെയിൻ കൂടുകയായിരുന്നു. അതുകൂടാതെ വലിയ സബ്സ്ക്രിപ്ഷനും വരികയുണ്ടായി. ഇന്ന് എക്സ് റെക്കോർഡ് ഓർ ഡിവിഡൻഡ് ഉള്ള സ്റ്റോക്കുകളാണ് ടാൽബ്രോസ് ഓട്ടോ, VRL ലോജിസ്റ്റിക്സ്, കരിയർ പോയിൻറ്റ്, സൂര്യരോഷ്നി, വീനസ് പൈപ്പ്, ഡൈനാമിക് ടെക്നോളജി, ഗോഡ്ഫ്രൈ ഫിലിപ്സ്, നാൽക്കോ എന്നിവ. ഇന്ന് ബോണസ് ഇഷ്യൂ ഉള്ള കമ്പനി ആണ് EC ട്രിപ്പ് പ്ലാനേഴ്സ്. 1:1 ആണ് ബോണസ് ഇഷ്യൂ വരുന്നത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 1.2% ഡൗൺ ആണ്. 24,144 230 പോയിൻറ്റ് പ്രീമിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 68% അപ്പാണ്. നിഫ്റ്റി ഓപ്ഷൻസ് ഡിസംബർ 5 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 23,500 ഇന്ത്യൻ കറൻസിയിൽ ഇന്നലെയും ഇന്നുമായിട്ടുണ്ടായ ചെറിയ വീക്ക്നെസ് നമുക്കൊരു പക്ഷേ ഫോറിൻ ഫണ്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ സൂചനയായിട്ട് കാണാൻ സാധിക്കും. റഷ്യ-ഉക്രൈൻ യുദ്ധവും ഇൻട്രസ്റ്റ് റേറ്റ് റെസിഷനുമായേക്കാം ഒരു പരിധിവരെ ഫോറിൻ സെല്ലിങ്ങിന് ഇപ്പോൾ കാരണമാവുന്നത്. കാരണം 3 ദിവസം വരെ ബൈയിങ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും വലിയൊരു സെല്ലിങ്ങിലോട്ട് വരികയായിരുന്നു. US മാർക്കറ്റ് അവധി ആയതുകൊണ്ട് തന്നെ ഏഷ്യൻ സ്റ്റോക്കുകളൊക്കെ ഇപ്പോഴും നെഗറ്റിവിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ പോസിറ്റീവ് ഓപ്പണിംഗ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.